29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ തിളങ്ങി ഫെമിനിറ്റി ഫാത്തിമ. മികച്ച മലയാള ചിത്രവും ജനപ്രിയ ചിത്രവും ഉൾപ്പെടെ ഫെമിനിറ്റി ഫാത്തിമ സ്വന്തമാക്കി. മികച്ച തിരക്കഥ ഫെമിനിറ്റി ഫാത്തിമയുടെ ഫാസിൽ മുഹമ്മദിന്റേതാണ്. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള സുവർണ്ണ ചകോരം ബ്രസീലിൽ നിന്നുള്ള മലു നേടി. വിവാദങ്ങൾക്കിടെ ഇന്ദുലക്ഷ്മിയെ തേടി മികച്ച ഇന്ത്യൻ നവാഗത സംവിധായിക പുരസ്കാരമെത്തി. സംവിധായകനുള്ള രജത ചകോരം ഫർഷദ് ഹാഷ്മിക്കാണ്. യുടെ വിവരങ്ങൾ നൽകാനായി ആഷിക, ആർക്കൊക്കെയാണ് ഇത്തവണത്തെ പുരസ്കാരങ്ങൾ? അനീഷ, 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഏറ്റവും താരമായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ ഫെമിനിറ്റി ഫാത്തിമയും അവരുടെ അണിയറ പ്രവർത്തകരുമാണ്. അവരിപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ലൈവായിട്ട്. സംവിധായകൻ ഫാസിലാണ് തിരക്കഥ രചിച്ചിട്ടുള്ളതും. ഫാസിലാണ് ഒരു കൂട്ടം പുരസ്കാരങ്ങൾ വരി കൂട്ടുകയാണ്. എന്ത് തോന്നുന്നു? സന്തോഷം, വളരെ സന്തോഷമുണ്ട്. കുറെ കാലമായി സിനിമയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് വീട്ടുകാരൊക്കെ പറയാറുണ്ട് എന്നും എപ്പോഴും സിനിമ എന്നല്ലാണ്ട്. പക്ഷെ എൻ്റെ ഒരു ഫൈനൽ റിസൾട്ടായിട്ട് ഞാനിത് കാണുന്നത്, ഞാൻ ചെലവഴിച്ച സമയങ്ങൾക്ക് അതിന്റെ റിസൾട്ടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. ഇനി അടുത്ത സംരംഭം എന്തായിരിക്കും? ആലോചിക്കുന്നുണ്ട് അത് എങ്ങനെ എന്നുള്ളതൊക്കെ. ഇനി സിനിമയിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ഒരാളാണ് കുമാരട. എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷമാണ് നമ്മൾ ആദ്യം കണ്ടത്. സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ സിനിമേന്റെ A to Z ഓൾ ക്രെഡിറ്റ്സ് നമ്മളെ ശംഖ് നമ്മുടെ ഫാസിൽ സാറിന് കൊടുക്കുകയാണ്. കാരണം ഞങ്ങളെന്താ ഒരുപാട് മികച്ച കലാകാരന്മാരെ ഒന്നിച്ചൊരു കുടക്കയിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ ഒരു വലിയ സിനിമേന്റെ ഭാഗമാക്കാൻ ശ്രമിച്ച ഇദ്ദേഹത്തിന് ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കൂല. അടുത്ത സിനിമ ഉടൻ തന്നെ ഉണ്ടാവും. ഇനിയാണ് അടുത്തയാള് കാണേണ്ട ആള് ഫെമിനിറ്റി ഫാത്തിമയാണ് നമുക്കപ്പോൾ. ഷംന, എന്ത് തോന്നുന്നു അവാർഡ് കിട്ടിയപ്പോ? ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ പോലെ തന്നെ ഫാസിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിപ്പിച്ച് ഫാസിൽ ഇതൊരു സക്സസിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. ഫാസിലിന്റെ പ്രയത്നമാണ് ഞങ്ങളെ ഈ ക്യാരക്ടറിലേക്ക് എത്തിച്ചത്. ഞങ്ങളെ അതായിട്ട് മെനഞ്ഞെടുത്തത് ഫാസിലാണ്. ഈ 5 അവാർഡ് ഫാസിലിന് തീർച്ചയായിട്ടും അർഹതപ്പെട്ടതാണ്, കിട്ടേണ്ടത് തന്നെയാണ്. ഷംനയെ സംബന്ധിച്ച് ഒരു കൗതുകരമായ കാര്യമുണ്ട്. കഴിഞ്ഞ ഫെസ്റ്റിവലിലും ഷംന ഉണ്ടായിരുന്നു. ഷംന അന്ന് പ്രഗ്നന്റ് ആയിരുന്നു. ഈ കാണുന്ന കുഞ്ഞുവാവയായിട്ട് പ്രഗ്നന്റ് ആയിട്ട് 1001 നുണകൾ എന്ന് പറയുന്ന ചിത്രത്തിൽ അന്ന് ഗർഭിണിയായ ഒരു കഥാപാത്രം ചെയ്ത് ഇന്ന് ഫെമിനിറ്റി ഫാത്തിമയിൽ ഒരു അമ്മയായിട്ടുള്ള കഥാപാത്രം ചെയ്ത് തുടർച്ചയായി 2 മേളകളിൽ ജീവിതത്തിന്റെ 2 ഘട്ടങ്ങളിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച ഒരു നടിയാണ്. വലിയ സന്തോഷം. ഇനി അടുത്ത ഒരുപാട് സന്തോഷം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊന്നാനി ഭാഗത്ത് ഒരു ലോക്കൽ പ്രദേശത്ത് നടക്കുന്ന ഒരു ചെറിയ കഥയാണ്. ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു ചെറിയ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ റെവലേഷൻസ് ആണ് സിനിമയുടെ പശ്ചാത്തലം. ആ ഒരു ടീമാണ് ഈ പുറകെ നിൽക്കുന്നത്. ആ പ്രദേശത്തെ ഒരു കുറച്ച് ആളുകൾ അവർ അഭിനയിച്ചതാണോ എന്ന് പോലും അറിയില്ല എന്നാണ് പ്രേക്ഷകർ പറഞ്ഞത്. എന്ത് തോന്നുന്നു? സന്തോഷം, ഒത്തിരി സന്തോഷം. വാക്കുകൾ കിട്ടുന്നില്ല. എല്ലാം ഫാസിക്കാണ്. ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഫാസിയായിരുന്നു. ഓരോ കഥാപാത്രം ജീവിക്കുന്നുണ്ടെങ്കിൽ ഫാസിയിലൂടെ തന്നെയാണ്. താങ്ക്സ് പറയാനുള്ളത് ഫാസിലിനാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന സിനിമ നന്നായി, അതുപോലെ ഇതുപോലെ എല്ലാ നല്ല നിമിഷങ്ങളും ഫാസിലിന് തരാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഫാസിലിന് തന്നെയാണ് ഫുൾ ക്രെഡിറ്റ്. ഒരു പരിചയം ഇല്ലാത്ത എനിക്കൊക്കെ എന്ത് ധൈര്യത്തിലാണ് ഫാസിൽ ഈ വേഷം തന്നറിയില്ല. എന്തായാലും നല്ലൊരു ഭാഗമാകാൻ കഴിഞ്ഞു. എല്ലാ ക്രെഡിറ്റും എല്ലാം ഫാസിലിനാണ്. അർഹതയുടെ അംഗീകാരം എന്ന് പറയില്ലേ, ചലച്ചിത്രമേളയുടെ സമാപന സമ്മേളന വേദിയിൽ നിന്നും സാദിഖ് പാറക്കലിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.